എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സോംനാഥ് ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. നമസ്കാരം. നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ്. കാരണം ഞാൻ ഗുജറാത്തിൽ പ്രോഗ്രാമിന് വരുമ്പോഴാണ് സോംനാഥിലേക്ക് വരുന്നത്. സോംനാഥിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് ആണത്. ഞങ്ങൾ പക്ഷേ വന്നത് ബസ്സിലാണ്. ലോ ഫ്ലോർ ബസ്സിൽ അഹമ്മദാബാദിൽ നിന്ന് കയറി ഒരു 9-10 മണിക്ക് കയറി രാവിലെ ഒരു 6 മണിയോടുകൂടി എത്തി. അവിടെ നിന്നൊരു ഓട്ടോയിൽ ചെറിയ ഈ പ്രദേശമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ പോയി. അവിടെ ഈ ധർമ്മസ്ഥലം ഈ ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട്, ഒരു വലിയ പൈസ കൊടുക്കണ്ടാത്ത. പക്ഷേ സീസൺ സമയത്ത് അവിടെയും നല്ല തുക കൊടുക്കേണ്ടി വരും. ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് താമസിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. ഇതവിടുത്തെ ഒരു കടയാണ്. അവിടുത്തെ തരത്തിലുള്ള വസ്ത്രങ്ങൾ, നല്ല എംബ്രോയ്ഡറിയൊക്കെ ചെയ്ത വസ്ത്രം, വളരെ വില കുറച്ച് ഇത്തരം വസ്ത്രങ്ങളൊക്കെ അവിടെ കിട്ടും. ഇത് അതിനടുത്തുള്ളൊരു ചെറിയ ക്ഷേത്രമാണ്. ക്ഷേത്രം അവരുടെ ഒരു ഗുരുദ്വാര പോലെ പ്രാർത്ഥനാ സ്ഥലം. ഇത് സോമനാഥിൻ്റെ ഒരു ഗേറ്റാണ്. നമുക്ക് സോമനാഥ് അകത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല, സ്ട്രിക്റ്റാണ് വളരെ. പുറത്തു നിന്നുള്ള ചിത്രങ്ങളാണ് കൂടുതൽ ഉള്ളത്. സോമനാഥിൻ്റെ മെയിൻ എൻട്രൻസ് അല്ല, അതിൻ്റെ പുറത്ത് ഒരു ചെറിയ ഗേറ്റുണ്ട്. അത് ഈ VIP വരുന്ന സമയത്ത് അവർക്ക് കയറാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ഗേറ്റാണ്. ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് എടുത്തുള്ള ദൃശ്യങ്ങളാണ്. അത് ആ കൂടാരം പോലെ കാണുന്നത് ആൾക്കാർ ക്യൂ നിൽക്കുന്ന സ്ഥലമാണ്. പിന്നെ അതേപോലെ കുറേ പ്രാവുകളുണ്ട് അവിടെ. ഈ പ്രാവുകൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ആ ഗോപുരം പോലെ കണ്ടത്. കടലിൻ്റെ തീരത്താണ് സോമനാഥ ക്ഷേത്രം ഉള്ളത്. ഇത് പ്രാവുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സാധനമാണ്. ഈ കടലിൻ്റെ തീരത്ത് അതിമനോഹരമായിട്ട് നമുക്ക് കാണാനൊക്കെ അവസരമുണ്ട്. കടലിൻ്റെ തീരത്ത് പോകാം. കയറുന്നതിന് ഒരു തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഒരാൾക്ക് 5 രൂപ വെച്ചിട്ട് കടൽ ദർശിക്കാൻ, അങ്ങനെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. സോമനാഥിൻ്റെ ഉൾവശമാണ് ഗ്രൗണ്ട്. ഈ കാണുന്നൊരു പ്രതിമയുണ്ട്, അത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. അദ്ദേഹമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ക്ഷേത്രം പണിയാൻ മുൻകൈ എടുത്ത അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് എൻട്രൻസിലൂടെ വന്നിട്ട് ആൾക്കാർ അകത്ത് കയറിയിട്ട് നടന്നു പോകാനുള്ള സ്ഥലമാണത്. കൂടാരം പോലെ വെച്ചിരിക്കുക. ഇതാണ് എൻട്രൻസ്. ഇവിടെ നമ്മുടെ സാധനം എല്ലാം അവിടെ ഒരു കൗണ്ടറിൽ ഏൽപ്പിക്കണം. മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. മണി പേഴ്സ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. നല്ല ചെക്കിംഗ് ഉണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രത്യേകം ചെക്ക് ചെയ്യും. അതുകൊണ്ട് ഒരു സാധനവും കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ പൈസയൊക്കെ കൊണ്ടുപോകാം. മൊബൈൽ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊരു പ്രധാന ചടങ്ങാണ്. നമ്മളവിടെ ചെന്നാൽ എല്ലാവരും ചെയ്യുന്നതാണ്. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ട് ഈ തിലകം അണിയിക്കാനായിട്ട്. അവരത് അവർക്ക് നല്ല ഒരു അച്ചുകൊണ്ടാണ് ഓം നമഃ ശിവായ എന്നെഴുതി പ്രോപ്രോം നമുക്ക് സൗകര്യമുള്ളത് എഴുതി തരും അവർ. പ്രോപ്രോമോ അല്ലെങ്കിൽ സ്വസ്തിക്കോ ഒക്കെ വരയ്ക്കാനുള്ള വ്യവസ്ഥയുണ്ട് അവിടെ. നമുക്ക് നല്ല സന്തോഷം തോന്നുന്ന രീതിയിൽ. ഇത് സോമനാഥിൻ്റെ ഗോപുരത്തിൻ്റെ മുകൾ വശമാണ്. ഞാൻ പുറത്തു നിന്നെടുത്ത ദൃശ്യങ്ങളാണ്. പിന്നെ ഓരോരോ ഘട്ടുകളായിട്ടുള്ള ഇത് VIP പോകാനുള്ളൊരു പാത്താണ്. അവിടെ VIP സെൻറ്ററാണ്. ഇതും പുറത്തു നിന്നെടുത്ത ചിത്രങ്ങളാണ്. സോമനാഥിന് ഇതാണ് കടൽ തീരം. നമ്മൾ നേരത്തെ പറഞ്ഞ കടൽ തീരം. ഇവിടെ 5 രൂപ കൊടുത്ത് അകത്ത് പ്രവേശിക്കാം. പക്ഷെ ഞങ്ങൾ നല്ല വെയിൽ സമയത്ത് ഇറങ്ങി. അതുകൊണ്ട് നല്ല വെയിലാണ്. അകത്തേക്ക് അവർ കയറ്റിവിടില്ല. കടലിലേക്ക് അകത്തേക്ക് ഇറക്കാൻ പറ്റില്ല. ഇവിടെ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിമ ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. കടൽ തീരത്തായിട്ട് വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. അതേപോലെ ബോട്ടിംഗ് ഉണ്ട്. പക്ഷേ നമുക്കത് തൽക്കാലം കയറാൻ പറ്റില്ല. അതിൻ്റെ സംവിധാനം ഇപ്പോൾ അവർ സംവിധാനമാക്കി തരും. ഈ തിരക്കായതുകൊണ്ട് കടലിൽ എന്തൊക്കെയോ പണ്ടൊക്കെ അപകടങ്ങൾ പറ്റിയിട്ടുള്ളതുകൊണ്ട് അവർ ശ്രദ്ധിക്കുക ചെയ്യുക. ഇതവിടുത്തെ ഗല്ലികളായിട്ടുള്ള സ്ഥലങ്ങളാണ്, പച്ചക്കറി കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങൾ. സോമനാഥിൻ്റെ തൊട്ട് അടുത്തൊക്കെ നല്ല വൃത്തിയും വെളുപ്പോടുകൂടി വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചപ്പുറത്തോട്ട് മാറിയാൽ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഈ സോമനാഥിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കാണുന്ന ഒരു സ്റ്റാച്യുവാണ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് സോമനാഥ ക്ഷേത്രത്തെ കാണാൻ പറ്റും. സോമനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വളരെ
മഹത്തരമായ ക്ഷേത്രമാണിത്. വളരെ കാലഘട്ടത്തിൽ പല സമയത്തും ആക്രമിക്കപ്പെട്ട് തകർന്നു പോയ ക്ഷേത്രമാണ്. എല്ലാവരും വരണം, വന്നൊന്ന് കാണണം. സോമനാഥ് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നുകൂടിയാണ് എന്നുള്ളതാണ് വിശേഷം. എല്ലാവരെയും ഇത് കാണാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമസ്തേ.